ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1837. ഇന്ന് ജനുവരി മാസം 10-ാം തീയതി. ആണ്ടിന്റെ ആരംഭത്തിലെ അത്യുത്സാഹമൊക്കെ ഒരുപക്ഷെ തീർന്നിട്ടുണ്ടാവും. ഇത്രയും ദിവസം തന്നെ അത് നീണ്ടു നിൽക്കുക സാധാരണമല്ല. തുടക്കത്തിലെ നമ്മളുടെ വാശിയും നമ്മളുടെ ആവേശവുമൊക്കെ എന്താണ് പെട്ടെന്ന് കെട്ടടങ്ങിപ്പോകുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ അത്തരമൊരു ഉത്സാഹത്തിന്റെ തിരുനാളം കൊളുത്തി നിർത്താനായിട്ട്, അതിനെ ഒന്ന് ജ്വലിപ്പിച്ചു നിർത്താനായിട്ട് കഴിയാതെ പോകുന്നതുകൊണ്ടാണ്. ഇങ്ങനെ പുതിയ പുതിയ ഊഴങ്ങളും അവസരങ്ങളും കാലവും ദൈവം നമുക്ക് വേണ്ടി വീണ്ടും വീണ്ടും കരുതി വെക്കുമെന്ന് കരുതുന്നതും മണ്ടത്തരമാണ്. കാലങ്ങളായി വസിച്ച ഒരിടത്തു നിന്ന് വിട പറയുന്നു. എല്ലാവരും ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. എല്ലാവരോടും യാത്ര പറയും. ആവശ്യമുള്ളത് മാത്രം പൊതിഞ്ഞെടുക്കും. പിണക്കമുള്ളവർക്കും കൈകൊടുക്കും. അവസാന ദിനം എന്നാണെന്ന് അറിയില്ലെങ്കിൽ പിന്നെ എല്ലാ ദിനവും അതാണെന്ന് കരുതി ഉത്തരവാദിത്വത്തോടെയും ഉത്സാഹത്തോടുകൂടിയും ജീവിക്കുക എന്നതാണ് ഏകമാർഗം. ഒടുവിലത്തെ ദിനമാണ് ഇന്ന്. അങ്ങനെയൊരു വിചാരം ഒന്നുള്ളിൽ നിന്ന് ഉറപ്പിക്കാവൂ. ഓർക്കാപ്പുറത്ത് വരുന്നതെല്ലാം സംഘർഷം സൃഷ്ടിക്കും കേട്ടോ. വിധിയായാലും വിരുന്നുകാരായാലും ഒരുങ്ങിയിരിക്കുക എന്നതാണ് ഏക പരിഹാരം. തയ്യാറെടുത്തിരിക്കുന്ന ആളുകൾക്ക് അവസാന നിമിഷത്തെ സംഭ്രമമോ അസംതൃപ്തിയോ കുറ്റബോധമോ ഒട്ടും ഉണ്ടാവില്ല. ജനിക്കുന്നവരെല്ലാം മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും നിരർത്ഥമായിട്ടും നിരാശാജനകമായിട്ടും എന്തുകൊണ്ടാണ് ജീവിതം നയിക്കുന്നത്? ആരാണ് അതിന് ശരിക്കും ഉത്തരവാദി? എപ്പോൾ അവസാനിപ്പിക്കേണ്ടി വന്നാലും അന്തസ്സോടെയും ആദരവ് അർഹിക്കുന്ന വിധവും അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് കുലീന ജീവിതം. ഇതിനിടയിൽ കടപ്പാടുകൾ ഒത്തിരി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കടപ്പാടുകളില്ലാതെ ആർക്കും ജീവിക്കാൻ ആയെന്ന് വരില്ല. പക്ഷേ മുറിപ്പാടുകൾ ഉണ്ടാക്കാതെ ജീവിക്കാൻ പറ്റുമോ? അവരർക്ക് ഒപ്പമുള്ളവർക്ക് എന്തുമാത്രം മുറിപ്പാടുകൾ കൈമാറുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയുമൊക്കെ. അപ്രകാരമല്ല ജീവിക്കുന്നതെന്ന് എന്നാണ് നമ്മളെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തുക. ജീവിതം നിസ്സാരമാണെന്ന് പറയുമ്പോൾ എന്തുമാത്രം മൂല്യമുള്ളതാണ്, എത്ര ശ്രേഷ്ഠമാണ്. അതിനെ കുറെ കൂടി ജാഗ്രതയിലും ഗൗരവത്തിലും കുലീനബോധത്തിലുമൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ക്രിസ്തുവേശു നമുക്ക് മാതൃക തന്നിട്ടില്ലേ? നമ്മളെ നിർബന്ധിക്കുന്നില്ലേ? അങ്ങനെയായി മാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ.